AFF ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ അവസാനത്തെ ലൈനിൽ അവർ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിയെ അല്ലെങ്കിൽ കണക്കിലെടുത്തുകൊണ്ട് FSDLുമായി ചേർന്ന് ഒരു നല്ല തീരുമാനത്തിലെത്താൻ ശ്രമിക്കാം എന്നുള്ളതാണ് അവസാനമായി പറയുന്നത്. എന്ന് വെച്ചാൽ ഇച്ചിരി താമസിച്ചായാലും ISL നടക്കും എന്നുള്ള കാര്യമാണ് അതിനകത്തിൽ പറയുന്നത്. പക്ഷെ ഓക്കെ, നിങ്ങൾ താമസിച്ചാലും നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം താമസിക്കുന്നു അത് നമ്മുടെ ലീഗിനെ അത്രത്തോളം തന്നെ ബാധിക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ജീസസ് ജിമനസ് പോയി കഴിഞ്ഞു. ആള് പോയതിന്റെ കാരണം തന്നെ പറയുന്നത് സീസൺ മാച്ചുകൾ കുറവായിരിക്കും, റെസ്റ്റ് കൂടുതൽ വരും, ഇങ്ങനെയൊക്കെയുള്ള ആളുടെയൊക്കെ ഒരു നല്ല ടൈമിലൂടെയാണ് ആൾ കടന്നു പോകുന്നത്. അപ്പൊ ആൾക്ക് നല്ല ലീഗുകൾ കളിക്കുക, നല്ല പ്ലേയിങ് ടൈം കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അപ്പം അത് ഇപ്പൊ എമിറേറ്റ്സ് അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ പല പ്ലേയേഴ്സും അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് ഇവിടുന്ന്. ഇപ്പോ ബ്ലാസ്റ്റേഴ്സ് എന്ന് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ക്ലബ്ബുകളിൽ നിന്നും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പല വിദേശ താരങ്ങളും പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളുടെ അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഒക്കെ പ്ലേയിങ് ടൈമും കാര്യങ്ങളും അവരുടെ ഷെഡ്യൂളും എല്ലാം തെറ്റും. അത് നമ്മുടെ നാഷണൽ സ്ക്വാഡിനെ ബാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു ക്ലബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സീസൺ ആകുമ്പോഴത്തേക്ക് അവർ എന്തെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ഫിനാൻസ് ആണെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ അവർ എന്തെല്ലാം എത്ര ക്രോർസ് മുടക്കിയിട്ടാണ് ഒരു ടീം അവർ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കളി കുറവാണെങ്കിലോ അല്ലെങ്കിൽ സീസൺ വൃത്തിക്ക് നടക്കുന്നില്ല എങ്കിലും ഒരു ക്ലബിന് ഉണ്ടാവാൻ പോകുന്ന നഷ്ടങ്ങൾ ഏത് രീതിക്കായിരിക്കും എന്നുള്ളത് ഈ പറയുന്ന AFF ചിന്തിക്കേണ്ട കാര്യമല്ലേ.